എടാ തൊപ്പിക്ക് എന്തോ പറ്റിയെന്ന് അച്ഛനോട് ചോദിക്കട്ടെ എന്നാന്നുള്ള കുഴപ്പം കട്ടറച്ചില് ഈകളെ അറിയത്തില്ല. അച്ചായ അച്ചായ തൊപ്പി എന്തി എന്ത് വല്ല കുഴപ്പം വല്ല ഉണ്ടോ? വിളിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല എന്തോ കുഴപ്പം ഞാൻ ഈടെ തെറി വിളിച്ചെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അവൻ? ഞാൻ തെറി വിളിച്ച കണ്ടായിരുന്നോ അച്ചായൻ? അല്ലെ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? കോൾ വല്ലതും ചെയ്തായിരുന്നോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആ ഓക്കെ അച്ഛാ എന്നാ ബൈ ടാറ്റാ ഗുഡ് നൈറ്റ്. അച്ചായ ആരെ നോക്കിയിരിക്കുക? 12 മണിയായില്ലേ, ഉറങ്ങ്. 14 വയസ്സ് കഴിഞ്ഞില്ലേ, ആരോഗ്യമൊക്കെ നോക്കണ്ട ഇനി. അച്ചായ ഉഴപ്പ് കാണിക്കല്ലേ, പറയണില്ല. അച്ചായനൊക്കെ ഇവിടെ വേണ്ട അച്ചായ, അടിച്ചു വിളിക്ക്. ഓക്കെ അച്ചായ ഞാൻ ലൈവിലാണേ, കളിക്കുവാണേ കേട്ടോ. ഓക്കെ ഞാൻ കളിക്കുവാ അച്ചായനൊക്കെ. അയ്യോ കുഴപ്പമൊന്നുമില്ല കൈസാവന്. എടാ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചീത്ത വിളിച്ചത് കേട്ടായിരുന്നോ ചോദിക്കുന്നേ മയിരേ. അല്ലടാ ഇനി നമ്മൾ അന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞ് ലൈവ് ഇട്ടില്ലെന്നവൻ. അനസ്പുറ നമ്മളെ ഗെയിം പ്ലേ പൊളിയാണോ? അത്രേ ഉള്ളു. എടാ സത്യം പറയില്ല, ഞാൻ പോയതാ കേട്ടാ. പിന്നെ എല്ലാരും സോറി പറഞ്ഞു എന്നോട്, അതുകൊണ്ട് തിരിച്ചു കയറി വന്നേ. എടാ ഈകളെ കേൾക്കുന്നുണ്ടോ? ആ എടാ കേക്ക്. എടാ നീയും അവനും നിന്റെ അടുത്ത് നിങ്ങൾ രണ്ടു കമ്പനിയല്ലേ, അപ്പം അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ. അതുകൊണ്ടല്ലേ ഞാൻ തൊപ്പിയുടെ കൂടെ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ലൈക്ക് അങ്ങനത്തെ ഒരു ഇതില്ല എനിക്ക്. ഞാൻ അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് അങ്ങനെ അധികം ഒന്നും പറയാറില്ല. നിങ്ങൾ തമ്മിൽ ആ ഒരു സിങ്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കണേ. അപ്പൊ അവൻ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. എടാ ഈകളെ ഞാൻ സത്യം പറഞ്ഞ നിർത്തിപ്പോയതാ കളി കേട്ടാ, ലൈവൊക്കെ നിർത്തിപ്പോയതാണ്. പിന്നെ തിരിച്ചതാ, പിന്നെ എല്ലാരും സോറി പറഞ്ഞാറ്റില്ല, പിന്നെ കേറി അങ്ങ് വന്നു. റിച്ചു ബ്രോ താങ്ക് യു ബ്രോ, വെൽക്കം. സോറി പറഞ്ഞ എല്ലാരും ചാറ്റിൽ എല്ലാരും സോറി കേട്ടോ. അവനോട് വിളിച്ച് സംസാരിക്കുക, അത് അവന് ശോകമായിട്ട് തോന്നി. അതിന് തൊപ്പിനാണോ അവന് അപ്പൊ ഇല്ല അതുകൊണ്ടല്ലാന്ന് പറയുന്ന അച്ഛൻ പറയുന്നത്. ഞാൻ വിളിച്ചു, കോള് 2-3 പ്രാവശ്യം വിളിച്ചു. നീ ഇന്നലെ വിളിച്ചില്ലേ? ഞാൻ ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ല. നിന്നെ തിരിച്ചു വിളിച്ചോ? ഇല്ല ഞാൻ വിളിച്ചു, ഞാൻ മുമ്പ് വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു ഞാൻ. ഹെട്ടന്റെ സോറി വരാല്ലേ? ഹെട്ടന്റെ സോറി വരാല്ലേ? അവന് ഹേർട്ടായിട്ടുണ്ടോ നീ സോറി പറയണം. ഞാൻ ആ ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് നീ സംസാരിച്ചെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. അവനത് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയണം. അതല്ലേ, അതാണ് അതിന്റെ ആരുടെ 3 റിക്കോർഡ് പുതിയ പ്ലേയേഴ്സ്? 5 നിനക്ക് അറിഞ്ഞുകൂടാ നിനക്ക് അവന്മാരെ? ആരെ പേര് വേണം? ഞാൻ പറയാം വെയിറ്റ്. ഈ സൈഡില് ഹീലിന്ന് അടുത്ത നോക്ക് ഫിനിഷ് ആണ്.
അവൻ ബ്രീക്കിലാണ് ബ്രീക്കിൽ ആ ചത്ത തോന്നുന്നുണ്ടോ ആ ചത്തിലടിക്കാം അവൻ മലയാളി ടൈലർ വരുന്നത് മലയാളി വാ ടൈലറേ അവൻ ജോയ്സ്റ്റിക്ക് പെട്ടെന്ന് പിക്കി മലയാളികളാ വാ M24 വെച്ചടിച്ചാൽ മറ്റേ കേരള റാംബോ എന്ന് പറഞ്ഞ ഇവിടെ ഒറ്റയ്ക്ക് പോലെ എന്നിട്ട് ഞങ്ങളൂടെ പുറകിൽ വേറെ ഇനി വരുന്നത് നമ്മൾ മുമ്പേ അടിച്ചില്ലേ മുകളിട്ട് അടിച്ചില്ലേ നമ്മളെ മേലെ ഈകളെ നമ്മളെ മേലെ അയ്യോ എന്നെ വളഞ്ഞേ സംഗീതത്തിന്റെ കേട്ടില്ല ഇവിടെ എവിടെയാണ് നോക്ക് ഞാൻ 3 അമ്മമാരോട് ചാടി എന്റെ അടുത്ത് വരും എന്റെ അടുത്ത് ആളുണ്ട് വരുന്നു ഈ അപരാധി ഇവിടെ മുറിഞ്ഞു പോടാ മയിലേ ഉടച്ചി മോനെ എന്റെ ഇവിടെ നീ ചത്തിച്ചോടൊന്ന് പിക്കി ഞാൻ കൊച്ചിന്റെ മുന്നിൽ പിക്കി അടിയുടെ ഇന്ന് കാലം ശരിയല്ല കേട്ടോ നിന്റെ അടുത്ത് വന്നപ്പോ തൊട്ടുണ്ടല്ലോ തണുപ്പ് പിടിച്ച് എന്റെ കൈ ദേഹമൊക്കെ തണുത്ത് എന്റെ കളി പോയി കേട്ടോ അവിടെ വന്നിട്ട് ഉഴപ്പൊന്നുമല്ല മോനെ പിന്നെ ഉഴപ്പ് നീ പോടാഞ്ഞിന്ന് നീ അവിടെ കൊണ്ട് തണുപ്പ് കയറ്റി എന്റെ ദേഹത്തെ എന്റെ നിനക്ക് എന്ത് തണുപ്പ് 5 AC നിനക്ക് എന്ത് തണുപ്പാ ഉള്ളേ സൗണ്ടില് ഉണ്ടെന്ന് പറയണ കേട്ടോ എല്ലാരും അതപ്പോ എന്നെ അവിടെ റീകോൾ ചെയ്താ ഇവൻ എന്നെ അടിച്ച കുണ്ണ എടുക്കാടാ വാടാ നിന്റെ നീ വാ അവന്റെ ഒക്കെ അച്ഛന്റെ കുണ്ണ വറുത്ത് നമുക്ക് ഇന്ന് പൊടി പഠിക്കാം അപ്പൊ ഇവൻ ചത്ത് ഉറപ്പാണോ വണ്ണിപ്പോരാണ് ഏടാ തീരെ I'm recalling a teammate. 1 2 മോനെ Let's go game play again 3 I am also not only Odapan bro എനിക്ക് കുറച്ച് എന്തെങ്കിലും താ ബോട്ട് Watch out. Yes. സെന്റർ ഇട്ടുണ്ടാവും എന്തായാലും കയറി ഇങ്ങനെയാണ് കയറിക്കാൻ എല്ലാം അടിക്കാൻ പറ്റത്തില്ല ബാളകളെ ലിറ്റാണ് കയറി അടിച്ചോ വാ നീ കയറി അടിക്കുക ഞാൻ ഇവിടെ വെളിയിൽ ഞാൻ ചാടുവാണെങ്കിൽ ഒരു സൗണ്ട് മറ്റേ കൂളറിന്റെ സൗണ്ട് ആണെന്ന് തോന്നുന്നു ഇവിടെ കയ്യില് സ്കോപ്പ് വല്ലതും ഉണ്ടോ 4 വെച്ചിലടിക്കും എക്സ്ട്രാ ആണോ സാധനം എടുക്കാൻ നോക്കിയില്ല അവിടെ എടുത്തു എല്ലാരും റീലോഡ് എടാ റീലോഡ് ഒക്കെ എനിക്ക് ചെയ്യാനാ നീ ഒക്കെ പഠി
എന്നാ വണ്ടി ഉണ്ടോ? Three knock last അടി. അത്ര ഉള്ള പൊളി. അവന്റെ ഒക്കെ കുണ്ണയും പൊക്കി അവനൊക്കെ ഓടി അങ്ങ് വരുവോ. കവച്ച് സ്നൈപ്പേഴ്സ് കുണ്ണകള് നോക്കണേ. മുകളിലായിരുന്നു അടിയന്മാര്. ഇവിടെ ആൾക്ക് തന്നെ നിൽക്കുന്നുണ്ടേ. ഞാനിവിടെ നിധി ചെയ്യാം. ചിലപ്പോ എന്നെ നോക്കും. നിനക്ക് അവിടെ നിന്ന് കിട്ടുവേ. അയ്യോ അങ്ങനെ അടിക്കലായിരുന്നു. എന്നെ അവൻ കറക്റ്റ് ചെയ്തേന്. നിനക്ക് അടിക്കാം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ അവിടെ തന്നെ. ഓ നൈസ്. രണ്ട് നോക്കാണികളെ. അവരാദ്യം ലാസ്റ്റ് പോയി കേരടി പിക്ക് പോട്ട് മെഗളി റിവൈവ് ഞാൻ അത് കളിച്ചാതി ചാടി വെളി ചാടി. ഇവിടെ അമ്മ ചത്തിട്ടില്ല. ഒരുത്തന്റെ കൂട്ട് കാണിക്കുന്നു ഇപ്പോഴും. അങ്ങോട്ട് തന്നെ വരണേ. ഇന്ന് കളി ഒട്ടും ശരിയാവുന്നില്ല. സത്യം പറയല്ലോ. വെറും ബോട്ടിന്റെ പുണ്ണ പറിക്കാനെ പോലെ ഞാൻ കളിക്കുന്നു. 12 കില്ല് ഇത്ര പെട്ടെന്ന് ബ്രോ. സോറി അണ്ണ, ഇതൊക്കെ തമാശക്ക് വരണം. സീരിയസ് ഗെയിമിലെ വരട്ടെ എന്നാ. സീരിയസ് ഗെയിമിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ ഈ കളിക്കുന്നത്. വൈ ഇറിറ്റേറ്റിംഗ് വെരി വെരി വെരി. അവൻ 1v4 അടിച്ചോടാ ലാസ്റ്റ് കളി. 1v4 അടിച്ചോടാ. അത് നീ കണ്ടായിരുന്നോ? അത് നീ എടാ ഞാൻ കറക്റ്റ് സ്പെക്ക് ഞാൻ ലൈവിൽ എല്ലാരും സായിപ്പ് ലൈവ് ഉണ്ട്. ലൈവിലോട്ട് പോന്ന് പറഞ്ഞ് പ്ലേ ചെയ്തപ്പോ അവന്റെ 1v4 നാണം കെട്ടുപോയി കേട്ടോ. നിങ്ങളുടെ അവന്മാരുടെ മുന്നിലും ആർ പി കണ്ടോണ്ടിരിക്കുന്ന അവന്മാരുടെ മുന്നിൽ നാണം കെട്ടിപ്പോയി. ഉള്ള കാര്യം പറയല്ലോ ഇങ്ങളെ. നീ പറയണ്ടായിരുന്നു അങ്ങനെ. ഉള്ള കാര്യം പറയാലോ. എടുത്ത് നോക്കണ്ടായിരുന്നു. പറഞ്ഞാ മതിയായിരുന്നു. അല്ല എടുത്ത് നോക്കണ്ടായിരുന്നു. പറഞ്ഞാ മതിയായിരുന്നു. എടുത്ത് നോക്കണ്ടായിരുന്നു. പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങോട്ട് പോയിക്കോ, അവിടെ ഞാനിപ്പോ വരും എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. മനസ്സിലായോ? ഇതിപ്പോ നാണക്കേടായി. നോക്കിയപ്പോ 1v ഓക്കെ ചാവുവാണെ വെറുതെ ചാവുവാണെ കുഴപ്പമില്ല. 1v4 കിട്ടിയാ ചത്തത്. പറയാറില്ല. നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നാണക്കേട് എന്റെ കരിയറില്. എടാ 2 ടീം ഈകളെ എടാ 5 ബുള്ളറ്റ് ഞാൻ കൊള്ളിച്ചു കേട്ടോ. എണ്ണി ലൈവിൽ നീ വേണേ എടുത്ത് നോക്കിക്കോ. 5 ബുള്ളറ്റ് ഞാൻ അത് പോട്ടെ. വെയിറ്റ് ആക്ക്. എടാ 2 ടീമേറ്റ് ഈകളെ. 2 ടീമേറ്റ് ഉണ്ട്. 2 ടീമേറ്റ് വാണം വിട്ട് അണ്ടി പോയവന്മാര്. ഒരു HP ഉള്ള എനിമീനെ അടിച്ചില്ല. പിന്നെ അവൻ കളിക്കണോടാ BGM? ഇനിയും എന്തെങ്കിലും പറഞ്ഞു പറ. കളിക്കരുത് അവനൊന്നും. ഇനി BGM ഡിസർവ് അല്ല അവൻ. ഈ ഗെയിമിൽ അവൻ ഡിസർവ് അല്ല അവനൊന്നും. ഈകൾ എന്നെ അവരുടെ തെറി പറഞ്ഞായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നൈറ്റ് 2 മണിക്ക് കോൾ ചെയ്തു. എന്നിട്ട് എന്നെ ബ്ലോക്ക് ആക്കി ഒറ്റ പോക്കുന്നു. എടാ ഒരു വട്ടം അല്ല നീ കോള് വിളിച്ചത്. നിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സായിപ്പ്. ഞാൻ മറ്റേ പനി പിടിച്ച് പണ്ണി കിടക്കണം കേട്ടാ. പണി പിടിച്ച് പണ്ണി കിടക്കുക. ഞാൻ ഒരു വട്ടം വിളിച്ച് കോൾ കിട്ടിയത് 10-20 സ്പാം കോളില്ല വേണ്ട 10-20 സ്പാം കോള്. ഞാൻ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? നീ പറ. വരാതീന്ന് പറഞ്ഞ തുടങ്ങണമായിരുന്നു ഞാൻ പോടാ. അതായിരുന്നു വേണ്ടത്. നല്ല എണ്ണം കൊടുക്കണമായിരുന്നു അവൻ്റെ അങ്ങോട്ട്. അവൻ പിന്നെ ഒരിക്കലും അവൻ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അത് രീതിയിൽ അവൻ്റെ കൊടുക്കണമായിരുന്നു. കുണ്ണയ്ക്ക് കട്ടാക്കെങ്കിൽ പിന്നെ അവനാണ്. നമ്മുടെ ചാറ്റ് ചെയ്യുന്നവരൊക്കെ ഇതേ രീതിയിലാണ്. ഈയിടെ എനിക്ക് ഇതുപോലെ തന്നെ കോൾ ചെയ്തോ ഒരുത്താൻ. കട്ട് ചെയ്ത് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് 2 ഇയർ മുന്നെയാണ്. 2 വർഷം മുമ്പാണ്. വണ്ടി കോമ്പി കളിച്ചോണ്ടിരുന്ന സമയത്താണ് നീ വിളിച്ചത്. 2 വർഷം മുമ്പാണ് കോമ്പിക്കിടയിലായിരിക്കും നീ വിളിച്ചത്. ഈഗിൾ ഏതിലാ ലൈവ്? എടാ ഈഗിള് കിക്കിലായിരുന്നു ലൈവ്. കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അടിച്ചിട്ട് പോണോ? ഇത് മുട്ടിയ സീനോ?
ഈകളെ കേറ് 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 ഈകളെ കേറ് 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 ഈകളെ കഴിഞ്ഞു. ഇല്ല ചാവത്തില്ല. ബാൻഡേടി നീ ബാൻഡേടി ഇല്ലേ നിനക്കെന്നാണ് അടി ഇവിടെ തടിയുടെ ഇവിടെ ഈകളെ ഇവിടെ താവേ ഇമാരടിക്കല്ലേ മറ്റേമാരോടെ അമര് ചത്തു കേട്ടോ മറ്റേ മലകൾ നമ്മുടെ കോമ്പൗണ്ട് ഈകളെ അടിച്ചോ കുണ്ണേനെ താഴെ ഒന്നൂടവൻ ഒരു നേരിട്ട് കൊടുത്ത് ആരെങ്കിലും മറ്റേ കൊടുത്ത് ഈകളെ നേരിട്ട് കൊടുക്ക്. ആ നൈസ് പൊളി ബാ ഈകളെ അടിക്കാൻ പോയടിക്ക് മനുഷ്യനെ പോയിടിച്ചോ. ഇത് ഇങ്ങോട്ട് വന്നോട്ടെ ചെല്ലത് ഇവിടെ ഇതിന്റെ പറയും നോക്കിയേ Watch out! ഇവിടെ ചെല്ലം നോക്കണേ റിവൈവിംഗ് ആണ് ഇവിടെ. Watch out! ആ വീട് ബിൽഡിങ്ങിന്റെ അടിയിലെടുത്ത് ഈ ഓടുന്ന ഈകളെ കണ്ടില്ല ഓടുന്നു കണ്ടു അവിടെ അമ്മര് വേ നീ അതിനകത്ത് കയറുക സായിപ്പേ. എവിടെ ഈകളെ ഓപ്പണിൽ തന്നെ ഉണ്ടായിരുന്നേ. എടാ എന്നെ ഉറക്കിയടാ എന്റെ താഴെ നിന്റെ തൊട്ട് താഴെ ഇവിടെ ഉണ്ട് അറിയാലോ. ഇല്ല അവിടെ ഇവിടുത്തെ ബാക്ക് പുഷ് ചെയ്തൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇതിനകത്തുണ്ടെന്ന് സത്യം കിട്ടും. ഞാൻ വിചാരിച്ചു ഈകളല്ലേ പറഞ്ഞു മറ്റേ എന്റെ താഴെ ഒരുത്തനുണ്ട്. അല്ല ആ ബിൽഡിങ്ങിലാണ് വൈപ്പായിന്ന് വിചാരിച്ചേ. ചാക്കടാ അയ്യോ നൈസ് ചല ചാളെ നടക്കാൻ പോയിട്ട് വാ പോടാ കുണ്ണ നീ എന്നെ മറ്റേ പണ്ണു അല്ലടാ ഇവന്റി കൊടന്നിട്ട് കുണ്ണ ഇല്ലാത്ത മയിലെ നിന്റെ കുണ്ണ ഇവന്റി വെച്ച് അവൻ എന്നെ കുണ്ണയാക്കി അവൻ വിട്ടു. അവൻ എന്നെ ഇവന്റി വെച്ച് അവനെ അവരാധിച്ചു വിട്ടവനാണ് എന്നെ ഇവന്റി വെച്ചവൻ അവനെ പൊട്ടനാക്കി കൊന്നു കുണ്ണ. എടാ അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ക്രോണ്ടൻ വിളിച്ചായിരുന്നു ഗോഡലിന്ന് ബൂട്ട് ക്യാമ്പിലോട്ട് ചെല്ലാൻ. എന്നാ വരുന്നത് ഫ്രീ ആകുമ്പോ പറയുന്നു സായിപ്പിനെ കൊണ്ട് വരാൻ പറഞ്ഞു. നമ്മളെങ്ങനെ പോണേ? ബൂട്ട് ക്യാമ്പ് എങ്ങനെ പോണം? വണ്ടിയെ പോകുന്നത് നല്ല ദൂരമാടാ. നമുക്ക് ഫ്ലൈറ്റിലെടുത്ത് പോകണമായിരിക്കും നല്ലത്. ഇരുന്നടിക്കുന്ന ഇവന്റെ പേര് ഈകളെ എന്തായാലും ബൂട്ട് ക്യാമ്പിലോട്ട് പോവാ. നമ്മള് ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ടാക്സി പിടിച്ച് പോകേണ്ടി വരും. BMW അങ്ങോട്ട് ഇറങ്ങുമ്പോ എന്താ മോനെ ജാടാ. ഗോഡ്ലേക്കിന്റെ ഇതാണ് 2000 കിലോമീറ്ററോ? മുംബൈയിലാണോ? എടാ എത്ര 1000-1600 കിലോമീറ്റർ ഉണ്ടാവും. ഇല്ലേണ്ടല്ലോ ജനാദിന്റെ ഒക്കെ മുന്നേ നമ്മുടെ BMW സാധനമൊക്കെ അടിച്ച് സൗണ്ടൊക്കെ എന്നൊക്കെ നിർത്തുമ്പോണ്ടല്ലോ അതൊരു വേറെ ആയിരിക്കട്ടോ. മസ്താഗ് എടാ നമ്മൾ അതിലേക്ക് ചെല്ലുന്നുണ്ടോ? അല്ലടാ ഞാൻ കാര്യപ്പെട്ടെ നമ്മള് നമ്മുടെ വില കാണിക്കണേ ഈകളെ കേട്ടാ. കേരളത്തിലെ നമ്പർ 1 യൂട്യൂബർ അതിന്റെ വില കാണിക്കണേ. 2000 കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം വേണ്ട ഗൈസ്, കേരളത്തിലെ നമ്പർ 1 യൂട്യൂബർ ഗോഡിലോട്ട് പോകുമ്പോ അതിൻ്റെതായ വിലയിലല്ലേ പോകേണ്ടത്? ആണോ അല്ലേ ഗൈസ്? അല്ലേ വേണ്ട കേട്ടോ. നമുക്ക് എനിക്കില്ല ഈകളെ എന്റെ വില കാണിക്കണം കേട്ടോ. അല്ല പോലെ ക്യാഷൊക്കെ മറ്റേ ഡൽഹിയിലും മറ്റേ ബാംഗ്ലൂരും ഒക്കെ മറ്റേ ഇലക്ട്രിക് വണ്ടി അല്ല ഇലക്ട്രിക് വണ്ടിയില്ല മറ്റേ ഇതിലുണ്ട് BMW EV കൊണ്ട് പോകണണ്ട അടിച്ചു പൊളിച്ച് പോകുന്നണ്ട. ആണോ അല്ലേ ഗൈസ്? താണ്ട ആണെന്ന്. അതെ അത് തന്നെ.
അതെ 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 ഇത് ചാറ്റ് നോക്കാൻ പറയാം ചാറ്റ് കൈയില്ല കൊണ്ട പോയി ലോബി പോകുന്നു ഈകളെ ഹലോ ചാറ്റ് നോക്ക നീ ചാറ്റ് കണ്ടോ നീ ഇന്ന് അണ്ണ 4 സീറ്റില്ലേ? അതെ ഈകളെ ചാറ്റ് നോക്കിയാ നീ പോയി ചാറ്റ് നോക്കൊന്നു. എടാ BMW പോവാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയാവോ നീ? നിനക്ക് ലൈക്ക് അവിടെ വരെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാവോ? നമുക്ക് അവിടുന്ന് റെന്റ് വണ്ടി വല്ലതും കിട്ടുമോ? BMW 10,000 രൂപയ്ക്ക് ഒരു ദിവസത്തേക്ക്?